നമസ്കാരം. ഹോർമൂസ് കടലിടുക്കിൽ വീണ്ടും സംഘർഷത്തിന്റെ തിരമാലകൾ ഉയരുകയാണ്. ലോകത്തിന്റെ എണ്ണ വ്യാപാര ധമനിയായ ഈ സമുദ്രപാതയിൽ ഓരോ സൈനിക നീക്കവും വെറും രണ്ട് രാജ്യങ്ങളുടെ പ്രശ്നമല്ല, ലോക സമ്പദ് വ്യവസ്ഥയുടെ ഹൃദയമിടിപ്പിനെ തന്നെയാണ് അത് ബാധിക്കുന്നത്. യുദ്ധഭൂമി പശ്ചിമേഷ്യയിലാണെങ്കിലും അതിന്റെ പ്രകമ്പനം അനുഭവിക്കുന്നത് ലോകമെമ്പാടുമുള്ള സാധാരണ ജനങ്ങളാണ്. ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ പ്രധാന വെല്ലുവിളി സൈനിക ശക്തിയുടെ പ്രകടനം മാത്രമല്ല, രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ കൂടിയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സുരക്ഷാ സമീപനം ദീർഘകാലമായി കടുത്ത സൈനിക സമ്മർദ്ദത്തിലൂടെ എതിരാളികളെ പിന്തിരിപ്പിക്കണമെന്ന നിലപാടാണ്. വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് അത്തരം സമീപനം പലപ്പോഴും നയതന്ത്രപരമായ ഒത്തുതീർപ്പുകളെക്കാൾ ഏറ്റുമുട്ടലിന്റെ സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ്. വാരാന്ത്യത്തിൽ പുനരാരംഭിച്ച ആക്രമണ പ്രത്യാക്രമണങ്ങൾ നിർത്തിവെക്കാൻ യുഎസും ഇറാനും തീരുമാനിച്ചതായി മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചർച്ചയുമായി മുന്നോട്ടു പോകാനാണ് ഇരു രാജ്യങ്ങളുടെയും ധാരണ. ഇരുകൂട്ടരും അന്യോന്യം ആക്രമണം നടത്തിയത് സമാധാന കരാർ അന്തിമമാക്കാനുള്ള ശ്രമങ്ങളെ അട്ടിമറിക്കുമോ എന്ന ആശങ്ക ഉയർന്ന സാഹചര്യത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ആക്രമണത്തിൽ നിന്ന് ഇരു കക്ഷികളും പിന്മാറിയെന്നും ധാരണാപത്രത്തിലെ വ്യവസ്ഥ പ്രകാരം ഹോർമൂസ് കടലിടുക്കിലൂടെ ഇരുവശത്തേക്കുമുള്ള കപ്പൽ നീക്കം സ്വതന്ത്രമായി നടക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. ഇറാൻ US സാങ്കേതികതല ചർച്ച ചൊവ്വാഴ്ച ഖത്തറിൽ പുനരാരംഭിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇറാനാണ് ചർച്ച ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത് ഇറാൻ നിഷേധിക്കുകയാണ് ചെയ്തത്. ഈ ആഴ്ച യുഎസുമായി ഒരു ചർച്ചയും നിശ്ചയിച്ചിട്ടില്ല എന്ന് ഇറാന്റെ വിദേശകാര്യ സഹമന്ത്രി കാസിം ഖരീബാബാദി പറഞ്ഞു. ഒമാൻ തീരത്ത് ചരക്കുകപ്പൽ ആക്രമിക്കപ്പെട്ടതോടെയാണ് വെള്ളിയാഴ്ച വീണ്ടും സംഘർഷം തുടങ്ങിയത്. കപ്പൽ ആക്രമിച്ച് ഇറാൻ വെടിനിർത്തൽ ലംഘിച്ചു എന്ന് ആരോപിച്ച് US സൈന്യം ഇറാനിൽ ആക്രമണം നടത്തി. മറുപടിയായി ഗൾഫ് രാഷ്ട്രങ്ങളിലെ US താവളങ്ങൾ ഇറാനും ലക്ഷ്യമിട്ടു. ഏപ്രിൽ 8-ന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ 60 ദിവസത്തേക്ക് കൂടി നീട്ടിക്കൊണ്ട് ഇടക്കാല കരാർ ജൂൺ 17-നാണ് പ്രാബല്യത്തിലായത്. അതിനുശേഷം ഹോർമൂസ് കടലിടുക്കിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കാണെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. അതുപ്രകാരം കപ്പലുകൾ കടലിടുക്കിലേക്ക് പ്രവേശിക്കാനും പുറത്തു പോകാനും ഇറാന്റെ അനുമതി വാങ്ങണമെന്നും നിർദ്ദേശിച്ചു. എന്നാൽ ഇത് മറികടന്ന് ഹോർമൂസിലൂടെ സുരക്ഷിത ഗതാഗതം ഉറപ്പാക്കുന്നതായി ഒമാന്റെ തീരത്ത് ചേർന്ന ബദൽ പാത UN മാരിടൈം ഏജൻസി നിർദ്ദേശിച്ചത് ഇറാനെ പ്രകോപിപ്പിച്ചു. തുടർന്നാണ് കഴിഞ്ഞ ആഴ്ച അതിലൂടെ പോയ 2 കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായത്. ഇറാൻ അംഗീകരിക്കാത്ത ഹോർമൂസ് കടലിടുക്കിലെ മറ്റു പാതകളിലൂടെ കപ്പൽ നീക്കം സാധ്യമാക്കാനുള്ള ഏതൊരു ശ്രമവും സ്ഥിതി സങ്കീർണമാക്കുമെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗ്ചി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. തെക്കൻ ലെബനനിലെ വലിയ ഭൂഗർഭ തുരങ്കങ്ങളിലൊന്ന് ഇസ്രായേൽ സൈന്യം ആക്രമിച്ച് തകർത്തത് ഇതിനിടെയാണ്. 200 മീറ്റർ നീളവും 25 മീറ്റർ ആഴവും ഉള്ളതാണ് ഈ തുരങ്കമെന്നാണ് റിപ്പോർട്ട്. ഇവിടെ നിന്ന് നൂറുകണക്കിന് ആയുധങ്ങളും മിസൈൽ വിക്ഷേപണികളും കണ്ടെടുത്തെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ലോകം നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധി എണ്ണവില മാത്രമല്ല, ആഗോള ചരക്കു നീക്കം, വിതരണ ശൃംഖല, നിക്ഷേപ വിപണി, ഊർജ്ജ സുരക്ഷ എന്നിവയെല്ലാം അനിശ്ചിതത്വത്തിലാകുന്നു എന്നതുകൂടിയാണ്. അതുകൊണ്ടാണ് ഹോർമൂസിൽ ഒരു മിസൈൽ പതിക്കുമ്പോൾ ഓഹരി വിപണികളിൽ പോലും അതിന്റെ പ്രതിഫലനം കാണുന്നത്. രാഷ്ട്രീയ വിശകലനത്തിന്റെ കാഴ്ചപ്പാടിൽ ഓരോ രാജ്യവും സ്വന്തം സുരക്ഷാ താൽപര്യങ്ങളും ആഭ്യന്തര രാഷ്ട്രീയവും പ്രാദേശിക സ്വാധീനവും മുൻനിർത്തിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്നാൽ സൈനിക സമ്മർദ്ദം തുടർന്നാൽ വിജയികളെക്കാൾ കൂടുതൽ നഷ്ടം നേരിടുന്നത് സാധാരണ ജനങ്ങളാണ്. അതിനാൽ ഹോർമൂസിലെ ഈ പുതിയ സംഘർഷം വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യമാണ്: യുദ്ധം ആരംഭിക്കുക എളുപ്പമാണ്, അത് അവസാനിപ്പിക്കുകയാണ് ഏറ്റവും പ്രയാസം. സമാധാനം സൈനിക ശക്തിയിലൂടെ മാത്രം നേടാനാകില്ല. വിശ്വാസം, സംഭാഷണം, വ്യക്തമായ നയതന്ത്രം എന്നിവയ്ക്കാണ് ദീർഘകാല സ്ഥിരത ഉറപ്പാക്കാൻ കഴിയുക. ലോകം ഇന്ന് കാത്തിരിക്കുന്നത് അടുത്ത മിസൈലിനെ അല്ല, അടുത്ത സമാധാന ശ്രമത്തെയാണ്.